Hi friends, welcome to Nets Online. So എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് സമയപരിമിതി മൂലം കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇന്ന് ഞാൻ ഒരു രസകരമായ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൂർ ബസ് സത്യകഥയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നെറ്റ്സ് ഓൺലൈൻ. കോളേജിലോ സ്കൂളിലോ ടൂർ പോകാത്തവരായി തന്നെ ആരും തന്നെ കാണില്ല. ഒരു ടൂർ പോകുമ്പോൾ അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ടൂർ ബസ്സിലെ അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ടൂർ ബസ്സിൽ പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സുള്ള ആളുകൾ കാണും. അപ്പോൾ നമ്മൾ ഇന്ന് അവരെല്ലാമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ചേട്ടാ ചേട്ടോ സ്ഥലമെടുത്തി അട്ടപ്പാടി ചേട്ടോ ഇപ്പൊ സ്ഥലമെടുത്തി എന്നോടല്ലടാ പറഞ്ഞ അട്ടപ്പാടി എത്തിയിരുന്നു. ഏതൊരു ടൂറും ഒരു കപ്പിത്താൻ ഉണ്ടായിരിക്കും. അയാൾ തന്നെയായിരിക്കും സ്കൂളിലും കോളേജിലും എല്ലാം ഈ ടൂർ മാനേജ് ചെയ്യുന്നതും ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാവരെയും വിളിച്ചു പറയുന്നതും എല്ലാം കാശ് കളക്ട് ചെയ്യുന്നത് പോലും ആ കപ്പിത്താൻ തന്നെയായിരിക്കും. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ ചോദിക്കാം, എടേ അളിയ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോഴും ഒരു മറുപടിയായിട്ട് ഈ കപ്പിത്താൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കും. ഇനി അടുത്ത ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടൂർ ബസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം പോലെയാണ്. അവിടെയും ഉണ്ട് ബാക്ക് ബെഞ്ചേഴ്സ്, ഫ്രണ്ട് ബെഞ്ചേഴ്സ്. വള്ളംകളി ഇല്ലാതെ എന്ത് ടൂർ? നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിക്കാതെ ബാക്കിൽ ഒതുങ്ങിയിരുന്ന് വള്ളം കളിക്കുന്ന കുറച്ചു പേരും നമുക്ക് ടൂറിനിടയിൽ കാണാൻ പറ്റും. ഇനി വീണ്ടും ഉണ്ടൊരു കൂട്ടർ. ഇതാ നോക്കി, കണ്ടില്ലേ കാര്യങ്ങൾ? DJ പാർട്ടിയുടെ സ്മോക്ക് കൂട്ടാനായിട്ട് കുറെ സ്മോക്കേഴ്സും നമ്മളുടെ ഇടയിൽ കാണും. ഇനി ഫ്രണ്ട് ബെഞ്ചിലെ കാഴ്ച കാണാം. ടൂർ കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന എക്സാമിനെ പറ്റി വേവലാതിപ്പെടുന്നവരും കാണും നമ്മുടെ ഇടയിൽ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ടൂറിൻ്റെ ഫുൾ എനർജി പാക്കായിട്ടൊരു മനുഷ്യനാണ്. കണ്ടു നോക്കും. ഡാൻസ് അറിയില്ലെങ്കിൽ പോലും സ്വന്തമായ സ്റ്റെപ്സ് കയ്യിൽ നിന്നിട്ട് കളിക്കുന്ന ഒരു അലമ്പൻ ചങ്ക് നമുക്ക് കാണും. എല്ലാവരും ഇടിച്ചും അടിച്ചും ഡാൻസ് കളിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് നമുക്ക് കാണും, അല്ലേ? ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാളനെയാണ്. ഇങ്ങനെ കയ്യിൽ കവറോ അല്ലെങ്കിൽ നാരങ്ങയോ കൊണ്ടു നടക്കുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്ക് എല്ലാവർക്കും തന്നെ കാണാം. ടൂറിൽ മാത്രമല്ല, എവിടെ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാൽ വാള് വെക്കുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം. ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഞരമ്പ് രോഗിയാണ്. ടൂർ ബസ്സിനിടയിൽ എത്ര തന്നെ പാട്ട് ഉറക്കെ വെച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം ബഹളം ഉണ്ടായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തമായി ഹെഡ്സെറ്റ് വെച്ച് ആരോടെങ്കിലും ചൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കുന്ന ഒരു ചങ്കത്തി നമുക്ക് കാണും, അല്ലേ? ടൂറിൽ അപ്പോ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുറം ലോകത്തെ അറിയിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രാന്തന് നമ്മുടെ ഇടയിൽ കാണും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടൂർ ബസ് ഒന്ന് നിൽക്കണമെങ്കിൽ ഇവർ വിചാരിക്കണം, ചേട്ടാ ഹോട്ടലെത്താറായ ഒരു അരമണിക്കൂർ അരമണിക്കൂറാ?
ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. സോ ഇതാണ് ടൂർ ബസ്സിലെ രസകരമായ ചില ആളുകൾ. ഇതുപോലെയുള്ള ചങ്കന്മാരും ചങ്കത്തികളും നിങ്ങളുടെ ഇടയിലും കാണും. സോ അവരെ ഈ വീഡിയോ ടാഗ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ഒരു ബെൽ ഐക്കണും കൂടിയുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. നെറ്റ് സൈനിങ് ഓഫ്. ബൈ.